ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു സ്പൈസി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കില്ല. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 4 സവാള എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക, പച്ചമുളക് അരിഞ്ഞ് വെക്കുക, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ശരിയാക്കി വെക്കുക. എന്നിട്ട് ഗ്യാസ് ഓണാക്കി പാൻ അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ നന്നായിട്ട് ചൂടായി വരണ നേരത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ 2 കറുവപ്പട്ട ഇട്ട് കൊടുത്തിട്ട് ഒരു സ്മെല്ല് വരും. ആ സ്മെല്ല് വരുന്ന നേരത്ത് അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതൊരു ഹാഫ് ഇതായി വരണ നേരത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നന്നായി അത് ഒരു ഗോൾഡൻ ഷെയ്ഡായി വരണ നേരത്ത് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഉള്ളിനെ വഴറ്റിയെടുക്കുക. ഈ ഉള്ളിനെ വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയ മസാലകൾ ശരിയാക്കാം. ഇതിലേക്ക് ആവശ്യമായുള്ള മസാല: മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, 1 സ്പൂണ് മുളകും പൊടി, 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, ഗരം മസാല. അതെല്ലാം എടുത്ത് വെച്ചിട്ട് പിന്നെ ഇത് നന്നായി വഴഞ്ഞ് വന്നാൽ നമ്മൾ മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. മസാല ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കും. കാരണം അതിനൊരു മസാലക്കുത്തുണ്ടാവും. ആ കുത്ത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കി ലോ ഫ്ലെയിമിലിട്ടിട്ട് അത് നന്നായിട്ട് വഴറ്റി ആ മസാല മണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കും. ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ട് വേണം നമ്മൾ ഈ ചിക്കനെ വേവിച്ചെടുക്കാൻ. അതൊരു 35-40 മിനിറ്റ്സ് നമ്മൾ ഇതിനെ വേവിക്കണം. അത് നന്നായി മിക്സായി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ചിക്കനിൻ്റെ മേലെ 4 ഉണക്കമുളകും 2 കറിവേപ്പില ഇട്ടിട്ട് നന്നായി മിക്സാക്കിയിട്ട് നമ്മൾ പാന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ കുക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് നമ്മളിത് തുറന്ന് നോക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഊറി വരുന്നുണ്ടാവും. ആ വെള്ളത്തിൽ കിടന്നിട്ട് ഇതിങ്ങനെ വെന്ത് വരുന്ന നേരത്ത് നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. അവസാനം ഇത് വെന്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് മറ്റേ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ട് ഗാർണിഷിനായിട്ട് നമ്മൾ അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കണം. മല്ലിയില ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പില അതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചൂടോടെ ഒരു പാത്രത്തിലെടുത്തിട്ട് ചപ്പാത്തിയുടെ വെള്ളപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ ഇത് ബെസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇനിയും നല്ല വീഡിയോസായിട്ട് വരാം. ഓക്കെ, ബൈ ബൈ.